The emotion that I'm going through is like I'll miss seeing her every day night at home. അതെനിക്ക് ഭയങ്കര ഒരു സംഭവമാണ്. രാത്രി ഒന്ന് ലേറ്റായിട്ട് വരുമ്പോൾ അവളൊന്ന് വഴക്ക് പറയുന്നതും സമയത്ത് വന്ന് കിടന്ന് ഉറങ്ങാൻ പറയുന്നതും അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എനിക്കിങ്ങനെ 1 2 3 4 പേരും അടുത്തുള്ളപ്പോൾ കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ. ഐ മിസ് ഓൾ ദാറ്റ്. അശ്വിൻ ഹീസ് എ സ്വീറ്റ് ബോയ്. നമ്മുടെ കൂടെയൊക്കെ വരുമ്പോൾ ഹീസ് വെരി സ്വീറ്റ് ആൻഡ് വളരെ ഹോംലി ആണ്, വളരെ കെയറിങ് ആണ്. നൈസ് ബോയ്, ഹീസ് എ സ്വീറ്റ് ബോയ്. നടൻ കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ ഭാര്യയും 4 മക്കളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ടുള്ള കുട്ടികളാണ്. ഇവരിലെ 4 മക്കളിൽ 3 മക്കളും ഇതിനോടകം തന്നെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു. സിനിമയിൽ ഒന്നും എത്താതെ തന്റെ ബിസിനസ്സിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അഹാനയുടെ ഇളയതും സിന്ധു കൃഷ്ണയുടെയും കൃഷ്ണകുമാറിന്റെ 2ാമത്തെ മകളായ ദിയ കൃഷ്ണ. എന്നാൽ ദിയയുടെ വിവാഹമാണ് അടുത്ത മാസം നടക്കാൻ പോകുന്നത്. ഈ വിവാഹത്തോടനുബന്ധിച്ച് പ്രണയവിവാഹമായതുകൊണ്ട് തന്നെ അശ്വിനെ കുറിച്ച് നിരവധി പേർ ഇപ്പോൾ സിന്ധുവിനോട് ചോദിച്ചെത്തുകയാണ്. നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു. അശ്വിൻ ഒരു സ്വീറ്റ് ബോയ് ആണ്. അശ്വിനെ കുറിച്ച് പറയുമ്പോൾ സിന്ധു കൃഷ്ണയ്ക്ക് ഒരു ചെറിയ അകൽച്ചയുണ്ട്. ഇതുവരെ മരുമകനുമായി അങ്ങ് ചേർന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നിരവധി പേർ പറയുന്നത്. നീണ്ട നാളത്തെ സൗഹൃദവും പ്രണയവും മാറിയതോടെ ഇരു വീട്ടുകാരോടും കാര്യം പറഞ്ഞ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മകളുടെ വിവാഹത്തെക്കുറിച്ച് സിന്ധു കൃഷ്ണ ഇപ്പോൾ വീഡിയോയിൽ പറയുന്ന വാക്കുകൾ തന്നെയാണ് വൈറലാകുന്നത്. ഇൻസ്റ്റഗ്രാം Q&Aയിലൂടെയാണ് സിന്ധു മറുപടി നൽകുന്നത്. ഓസിയുടെ കല്യാണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നതെന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഓസിയുടെ വിവാഹത്തെക്കുറിച്ചും അശ്വിനെക്കുറിച്ചുമായിരുന്ന ചോദ്യങ്ങൾ മുഴുവനുമെന്ന് വേണമെങ്കിൽ പറയാം. രാത്രിയിൽ അവളെ ഇവിടെ മിസ് ചെയ്യും. രാത്രി എത്താൻ ലേറ്റായാൽ വഴക്കു പറയുന്നതും നേരത്തെ കിടക്കാൻ പറയുന്നതുമെല്ലാം മിസ് ചെയ്യും. 4 പെൺകുട്ടികളും വീട്ടിലുള്ളപ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയല്ലേ. ഇങ്ങനെയാണ് സിന്ധു പറഞ്ഞത്. അമ്മയുടെ വീഡിയോ പങ്കുവച്ച് ഞാനൊരു ചുമരിനപ്പുറത്തല്ലേ താമസിക്കുന്നത് എന്നായിരുന്നു ദിയ ചോദിച്ചത്. എന്താണ് ഇത്ര പ്രശ്നമെന്ന് ചോദിക്കുന്നു. സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. എല്ലാവരും കുഞ്ഞായിട്ടിരുന്നാൽ മതി എന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പിന്നെ വിചാരിക്കും മക്കളെല്ലാം കുടുംബമായി ജീവിക്കുന്നത് കാണണ്ടേ എന്ന്. എക്സൈറ്റഡ് ആണ് ഞാൻ. കല്യാണത്തിനുള്ള ഷോപ്പിംഗ് തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി സിന്ധു പറഞ്ഞിരുന്നു. അശ്വിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹീസ് എ സ്വീറ്റ് ബോയ് എന്നായിരുന്നു മറുപടി. ഞങ്ങളുടെ കൂടെയൊക്കെ വരുമ്പോൾ വെരി സ്വീറ്റ്, വളരെ കെയറിംഗ് ആണ്, ഹോംലി ആണ്, നൈസ് ബോയ് എന്നായിരുന്നു ഭാവി മരുമകനെ കുറിച്ചുള്ള കമന്റ്. അതാണ് എന്റെ മാമിയാർ എന്ന ക്യാപ്ഷനോടെ അശ്വിനും ഇത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ദിയയും അശ്വിനും അമ്മയുടെ സ്റ്റോറിയെ കുറിച്ച് പ്രതികരിച്ചത് തന്നെയാണ് വാർത്തയിൽ ഇടം പിടിക്കുന്നത്. ഓസിക്ക് പേരിടുമ്പോൾ ഒരു കോമൺ നെയിം ആയിരുന്നില്ല ദിയ എന്നത്. പിന്നീട് തോന്നി ദിയ ഒരു കോമൺ നെയിമായി പോയെന്ന്. ജാതിയും മതവും ഒന്നും പറയാത്ത പേരായതുകൊണ്ട് തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ദിയമാരായി. വളരെ കുറച്ച് പേരെ കേട്ടിരുന്നുള്ളൂ ആദ്യം. പെട്ടെന്നാണ് ദിയ എന്ന പേര് പോപ്പുലറായി മാറിയത്. ഇപ്പോഴാണെങ്കിൽ ഓസിക്ക് ഫാൻസ് നെയിം ഇട്ടേനെ. ദിയ കൃഷ്ണ എന്ന പേര് മാറ്റി അവൾക്ക് ചേരുന്നത് എന്തെങ്കിലും ഇട്ടേനെ. അവൾക്ക് ചേരുന്നുണ്ട് ദിയ, എങ്കിലും ദിയേക്കാൾ കുറച്ചുകൂടി ഫാൻസി നെയിം ഞാൻ ചേർത്തേനെ. ഹൻസിക്കയും ഇഷാനിയും അഹാനയും ഒക്കെ പോലെ. മക്കളിൽ 2ാമത്തെ ആളായ ഓസി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന സന്തോഷം അറിയിക്കുകയാണ് അമ്മ സിന്ധു കൃഷ്ണ. അഹാനയ്ക്ക് മുമ്പ് എന്റെ കല്യാണമായിരിക്കും നടക്കുന്നതെന്ന് ദിയ നേരത്തെ പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ തന്നെ തന്റെ പ്രണയം പരസ്യമാക്കിയിരിക്കുകയാണ് ദിയ. ഇരു വീട്ടുകാരും ചേർന്ന് വിവാഹം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ ഇവരുടെ പ്രണയം വീട്ടുകാർ ഒരുമിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഓസിയുടെ സന്തോഷം ഞങ്ങളുടെയും സന്തോഷം എന്നാണ് കൃഷ്ണകുമാർ ഈ വാർത്ത പങ്കുവച്ചുകൊണ്ട് എല്ലാവരെയും വാർത്ത അറിയിച്ചത്. ഇതോടെ ആശംസ പ്രവാഹം തന്നെയാണ്. സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന താരപുത്രിയുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.